പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വൻ പ്രതിഷേധം. നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടും അനാസ്ഥ തുടരുകയാണ് അധികൃതർ. തെരുവുനായ നിയന്ത്രണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. വിവരങ്ങളുമായി മനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, വലിയ പ്രതിഷേധമായിരുന്നോ അവിടെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിയത്? മനു, പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നത്. അതായത് തെരുവുനായയെ നിയന്ത്രിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ചത്. ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് നിലവിലുണ്ടായിട്ടും ഇത്തരത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ട യാതൊരു നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു LDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇത്തരത്തിൽ ആരോപിച്ചത്. നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കടിയേറ്റിട്ടും പഞ്ചായത്തിലെ അധികൃതർ ഇത്തരത്തിൽ അനാസ്ഥ തുടരുകയാണെന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനം പഞ്ചായത്ത് യോഗത്തിൽ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പൂവച്ചലിൽ ഒരു വീട്ടമ്മയുടെ വിരൽ തെരുവുനായ കടിച്ചു പറിക്കുകയും മറ്റ് നാലോളം പേരെ ഇതുപോലെ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ പഞ്ചായത്തിലുള്ളത്. ഇത്തരത്തിൽ ഒരു രൂക്ഷമായ ഒരു തെരുവുനായ ശല്യം ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ഇത്തരത്തിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മനു, ശരി. തെരുവുനായ ശല്യത്തിനെതിരെ പൂവച്ചൽ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം. പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി LDF പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. വിവരങ്ങളാണ് മനീഷ് നൽകിയത്.